പ്രതിഷേധം ഇപ്പോൾ നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ ആദ്യം നിശ്ചയിച്ചത് ഇന്ത്യ ഗേറ്റിലേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടേക്ക് അനുമതി കിട്ടിയില്ല. പക്ഷേ പോലീസ് അറിഞ്ഞാൽ ഏതു നിമിഷവും അവരെ പുറത്തുവിടാത്ത വിധത്തിൽ അവരെ തടഞ്ഞു നിർത്തും. ഇന്ന് നമ്മൾ കണ്ടു 5ഓളം ഇടങ്ങളിലാണ് ബാരിക്കേഡ് വെച്ച് വണ്ടി വെച്ചൊക്കെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഡോക്ടർ അരുൺകുമാർ, ഒരു ഭാഗത്ത് BJPയുടെ ചാണക്യതന്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പറയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, മറുഭാഗത്ത് എപ്പോഴും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിഴവുകൾ വരുന്ന കോൺഗ്രസ്. ഇതായിരുന്നു ഇത്രയും കാലത്തെ ഭാഷ്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇത് നോക്കൂ, കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സമര രീതി എന്ന് പറയുന്നത് രാജ്യാഭിമാനമാണ് അവരുടെ മുഖമുദ്രയായി അവർ സ്വീകരിക്കുന്നത്. ഒരു മിന്നൽ സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോകുമ്പോൾ തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ കുലുങ്ങുകയാണ്. ഇന്ന് ഗാന്ധി സ്മൃതിയിലേക്ക് അവരൊരു യാത്ര പുറപ്പെടുമ്പോൾ എനിക്കതിന് മുന്നിൽ നിൽക്കുന്ന ഈ കോൺഗ്രസിന്റെ അണികളിലും യൂത്ത് കോൺഗ്രസിന്റെ അണികളിലും വലിയ ആത്മവിശ്വാസം തോന്നുകയാണ്. ആ വാഹനത്തിന് വഴി തുറക്കാൻ ഒരു ബാരിക്കേഡും ആ വാഹനത്തിന് മുന്നിൽ വലിയ പ്രതിരോധമായി നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ മുദ്രാവാക്യം വിളികളോടുകൂടി മുന്നോട്ട് പോകുന്ന അണികളുണ്ടല്ലോ, അവർ ഈ രാജ്യത്തിന്റെ പ്രതീകങ്ങളാണ്. അവർ ആർക്കു വേണ്ടിയാണ് തെരുവിൽ നിൽക്കുന്നത്? ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ, ഇതേ ആരോഗ്യത്തോടു കൂടി പോകാൻ സാധിക്കുമെന്ന് ഉറപ്പില്ലാതെ അവർ ആ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത് ഞങ്ങളുടെ നേതാക്കളാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ച് അവർ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സമരത്തിന് അവർ കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ, അവരുടെ ശക്തിയുണ്ടല്ലോ, അത് ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അവരുടെ യാത്ര ഗാന്ധി സ്മൃതിയിലേക്കാണ് എന്നത് പ്രധാനമാണ്. അവരുടെ കൈകളിലുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അവരുടെ കൈകളിൽ നീട്ടിപ്പിടിച്ച കൈകളിൽ അവർ വിടർത്തിപ്പിടിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ദേശീയ പതാകയാണ്. മെഴുകുതിരി വെളിച്ചങ്ങളാണ്. അവർക്ക് മുന്നിൽ കൃത്യമായ വെളിച്ചമുണ്ട്. അത് ഈ രാജ്യത്തിന്റെ വെളിച്ചമാണ്. ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന ആളുകളെ എന്തിനാണ് തടയുന്നത്? ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന രാജ്യത്തിന്റെ ജനപ്രതിനിധികളെ MP-മാരെ തടയുന്നതിന് മുന്നോട്ട് വെക്കുന്ന മറുപടി എന്താണ്? അവർ ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ? ദില്ലി പോലീസിന് മറുപടിയുണ്ടോ? ഓരോ ബാരിക്കേഡുകളും തകർന്നു പോകുന്നത് അവിടെ നിന്നാണ്. അവസാനം അവർ എത്തി നിൽക്കാൻ ശ്രമിക്കുന്നിടത്ത്, അവർ തീരുമാനിക്കുന്നിടത്ത് വരെ ആ വാഹനം മുന്നോട്ട് പോകുന്നത് വലിയ പ്രത്യേകമാണ്. ഡോക്ടർ അരുൺകുമാർ, ഒരർത്ഥത്തിൽ BJPയുടെ എല്ലാ ചാണക്യതന്ത്രങ്ങളും പിഴച്ചു പോകുന്നതാണ് തുടർച്ചയായ 2ാം ദിനത്തിലും കാണുന്നത്.